സ്ഥിരമായി സ്കൂളിൽ മദ്യപിച്ചെത്തി ശല്യമുണ്ടാക്കുന്ന അധ്യാപകനെ വിദ്യാർത്ഥികൾ തുരത്തിയ ദൃശ്യങ്ങളാണ് ഇത്. ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളിലാണ് സംഭവം. സ്ഥിരമായി മദ്യപിച്ചെത്തിയ ഇയാൾ കുട്ടികളെ പഠിപ്പിക്കാനോ ജോലി ചെയ്യുവാനോ ഒരുക്കമല്ലായിരുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ ഇയാൾ ക്ലാസ് റൂമിലെ നിലത്ത് കിടന്ന് ഉറങ്ങാറായിരുന്നു പതിവ്. പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ കുട്ടികൾ ആവശ്യപ്പെട്ടാൽ കുട്ടികളെ ഇയാൾ ശകാരിക്കുമായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഇത് ആവർത്തിച്ചതോടെയാണ് കുട്ടികൾ ഗതികെട്ട് അധ്യാപകനെ സ്കൂളിൽ നിന്നും തുരത്തിയത്. ഛത്തീസ്ഗഡിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. അധ്യാപകനെതിരെ ദ്രുതഗതിയിൽ നടപടിയെടുക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. അഞ്ജലി ഉണ്ട് നമുക്കിപ്പം. അഞ്ജലി, ഗുഡ് മോർണിംഗ്. നമ്മളെ ഈ സാധാരണ നമുക്ക് മാതൃകയാകേണ്ടവരാണ് അധ്യാപകർ. അവരെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നതും ഒക്കെ. പക്ഷേ ഒരു അധ്യാപകൻ എങ്ങനെ ആകരുത് എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിദ്യാർത്ഥികൾ ചെയ്തത് നല്ല പ്രവൃത്തി തന്നെയാണ്. കാരണം ആ അധ്യാപകൻ ഇനി ഒരിക്കലും ഇത്തരത്തിൽ, ആ അധ്യാപകൻ എന്നല്ല ഒരൊറ്റ അധ്യാപകനും ഇനി ഇത്തരത്തിൽ മദ്യപിച്ച സ്കൂളിൽ എത്തില്ല. അതിനുള്ളൊരു വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ ഒരു നടപടി അത് അഭിനന്ദനാർഹം തന്നെയാണ്. പറയൂ അഞ്ജലി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സേതു, ഈ കുട്ടികൾ ചെയ്ത ഈ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വലിയൊരു ക്ലാപ്പ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടികൾ ചെയ്തിരിക്കുന്നത്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, പലപ്പോഴും നമ്മൾ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ഇവിടെയൊക്കെ എത്തിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്ത ഏതെങ്കിലുമൊക്കെ ഒരു ടീച്ചർ ഉണ്ടാവും. പലപ്പോഴും ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡലാണ്. അങ്ങനെയുള്ള ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അധ്യാപകൻ ചെയ്ത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇൻസ്പയർ ചെയ്യേണ്ട ആൾ തന്നെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ സ്കൂൾ ഓർമ്മകളിൽ ഇങ്ങനൊരു ചിത്രം നമുക്കൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് തന്നെ വളരെയധികം മോശമായിട്ടുള്ള, ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്കൂളിൽ ഇത്രയും വലിയ പ്രശ്നം വന്നു. നമുക്ക് നോക്കാം, ഈ കുട്ടികൾ എല്ലാവരും ചേർന്നിട്ടാണ് ഇവര് നല്ല ഡീപ്പായിട്ട് പ്ലാൻ ചെയ്ത്, എന്തായാലും നേരത്തെ പോയിട്ട് ഇവര് പ്രിൻസിപ്പളിനോടൊക്കെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിവർത്തി കെട്ടിട്ടാണ് ഈ കുട്ടികൾ ഈ പറഞ്ഞ മുതിർന്നതായ ഈ അധ്യാപകനെതിരെ ചെരുപ്പ് എറിയുന്നത്. എന്തായാലും ചെരുപ്പ് എറിയുന്നത് തന്നെ. അപ്പോൾ ഇവര് നിവർത്തി കെട്ടിട്ടാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. അതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ചേർന്നിട്ടാണ് ഒരു കാര്യവും വിചാരിക്കുന്നതേ ഇല്ല. പഠിപ്പിക്കേണ്ട അധ്യാപകനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇവര് തെളിയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്കൂളിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെ നേരിടും. അപ്പോൾ നമ്മുടെ സ്കൂൾ ഓർമ്മകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളും പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കും ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഈ സ്കൂളിലൊക്കെ മദ്യപിച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് കുട്ടികളുടെ ഒരു ഒട്ടും ഇൻസ്പയർ ചെയ്യാത്ത രീതിയിൽ തന്നെയുള്ള ഒരു കാര്യമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇതുവരെ കേൾക്കാത്തൊരു കാര്യമാണ് ഇത്. ഛത്തീസ്ഗഡിലെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ശേഷം നടപടി ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിന് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതാണ്. കാരണം കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്. അവർ റോൾ മോഡൽ ആക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ അധ്യാപകൻ വളരെ സ്പീഡിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. നമുക്ക് കണ്ടാലേ അറിയാം ആള് ഭയങ്കരമായിട്ട് ഒന്ന് പേടിച്ചിട്ടുണ്ട്, ഷോക്കായിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്ത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു അധ്യാപകൻ എങ്ങനെ ആകരുത് എന്നതിനുള്ള ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട, അവർക്ക് അറിവ് നൽകേണ്ട അധ്യാപകർ ഒരിക്കലും ഇത്തരത്തിൽ തരം താഴാൻ പാടില്ല. എന്തൊക്കെയാണെങ്കിലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇനി ഒരു നമ്മുടെ വാർത്ത കാണുന്ന അധ്യാപകരും കാണുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഛത്തീസ്ഗഡിൽ നടന്നത്. ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ നമുക്കറിയില്ല എന്ത് മാന്യമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഉയരത്തിലേക്ക് എത്തണം എന്ന് മാത്രം ആഗ്രഹിച്ച് മറ്റൊന്നും മറ്റൊരു സ്വാർത്ഥ ലാഭവും ഇല്ലാതെ നമ്മളെ പഠിപ്പിച്ചവരാണ് നമ്മുടെ അധ്യാപകർ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരി അഞ്ജലി, അപ്പോൾ